നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വായിക്കാം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുകയും ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി തീരുകയും ചെയ്തു. പ്രാർത്ഥനയോടെ വചനത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം പണ്ട് ഭാഗമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം ലോകത്തോട് ദൈവം സംസാരിച്ചു. ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. അന്ത്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ കൃപായുഗത്തിൻ്റെ ആരംഭത്തിൽ, ഈ കാലത്തെ മുഴുവൻ അന്ത്യകാലമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. കൃപായുഗത്തെ അന്ത്യകാലമെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അത് പെന്തിക്കോസ്ത് നാളിൽ നടന്നതാണ്. അതുകൊണ്ട് അന്ത്യകാലമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന കാലഘട്ടത്തെ മുഴുവനായിട്ടും ഈ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ കാലത്തെ അന്ത്യകാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവിക വെളിപ്പാടുകളുടെ പൂർണ്ണത ക്രിസ്തുവിൽ കൂടെ പുത്രൻ മുഖാന്തരം ദൈവം ലോകത്തോട് അരുളി ചെയ്തു. പണ്ട് അങ്ങ് ഇറ്റേണിറ്റി, ആദ്യകാലം, നിത്യത, അനാദിയായ ദൈവം മനുഷ്യവർഗത്തോട് സംസാരിക്കാതിരുന്ന ഒരു കാലഘട്ടവുമില്ല. ഭാഗമായിട്ട് പാർഷ്യലി ഭാഗമായി പ്രവാചകന്മാർ മുഖാന്തരം ത്രൂ ദ പ്രൊഫറ്റ്സ് God spoke to the people. ദൈവം തന്നോട് മനുഷ്യവർഗത്തോട് ദൈവം സംസാരിച്ചു. ദൈവം തന്നെ മനുഷ്യന് വെളിപ്പെടുത്തി. ഈ ദൈവം ആരാ? സ്വയം വെളിപ്പെടുത്തുന്ന ദൈവമാ. സെൽഫ് റിവീലിംഗ് ഗോഡ്. ദൈവം വെളിപ്പെടുത്തുന്നു മനുഷ്യനോട്. ദൈവം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗോഡ് കമ്മ്യൂണിക്കേറ്റ്സ്. ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവം സംസാരിക്കുന്ന ദൈവമാ. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാ. ഗോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആളുകളോട് സംസാരിക്കുന്നു. ദൈവം സംസാരിക്കാതിരുന്ന ഒരു കാലഘട്ടവും ഉലകത്തിലില്ല. ലോക ചരിത്രത്തിന്റെ എല്ലാ കാലത്തിലും ദൈവം മനുഷ്യവർഗത്തോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന ദൈവം പുത്രൻ മുഖാന്തരം, ദ സൺ ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യനോട് ആത്യന്തികമായി സംസാരിച്ചു. ദൈവം തന്നെ വെളിപ്പെടുത്തി. എന്നിട്ട് ആ യേശുക്രിസ്തു ആരാണെന്ന് ഇവിടെ വിശദീകരിക്കുക. ഞാൻ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകുന്നില്ല. ഒത്തിരി ദൈവശാസ്ത്രം ഒന്നും പറയാനുള്ള സമയമില്ല. അതിലേക്കും ഞാൻ പോകുന്നില്ല. യേശുക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ ഒരു 7 കാര്യങ്ങൾ കമ്പിവാചകങ്ങളിൽ പറഞ്ഞിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഭാഗം അല്പസമയം വിശദീകരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് ദൈവം അയച്ചു. ദൈവം വെളിപ്പാടുകളുടെ ദൈവമാണ്. ഗോഡ് ഓഫ് റെവലേഷൻ. ദൈവം തന്നെ വെളിപ്പെടുത്തുന്നു. എങ്ങനെയാ ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നത്? ചില ആളുകൾ പറയും, ദൈവത്തെ കാണാൻ പറ്റുമോ? ദൈവത്തെ എങ്ങനെയാ കാണുന്നത്? ദൈവം തന്നെ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത് എങ്ങനെയാ? ഒന്ന്, ത്രൂ ദ നേച്ചർ, പ്രകൃതിയിൽ കൂടെ. കലാകാരനെ, ശില്പിയെ ശില്പത്തിൽ കാണാമെന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ നോക്കിയാൽ ദൈവത്തെ കാണാം. ഇതിൻ്റെ സംവിധാനം, ആകാശ, ഭൂമി, നക്ഷത്ര ജാലങ്ങൾ, പർവ്വതങ്ങൾ, സാഗരങ്ങൾ, സപ്തസാഗരങ്ങൾ, പ്രകൃതി, തരിതാര, സൂര്യപരാപര, ഈ പ്രപഞ്ചം, അണ്ഡകടാഹം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഭൂമി, പ്രകൃതി, ഇതിൻ്റെ സംവിധാനങ്ങൾ, ഇതിൻ്റെ ക്രമീകരണം സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് നിർത്തിയിരിക്കുക. ആരാ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്നത്? ഭൂമിയുടെ ചരിവ് 23.5 ഡിഗ്രിയാ ചരിവ്. അത് 24 ആയാൽ ഈ ഭൂമി തീക്കുണ്ടമാകും. 23 ആയാൽ ഈ ഭൂമി ഐസുകട്ടയാകും. അപ്പോൾ ഈ 23.5 ഡിഗ്രി ചരിവിൽ കോടി വർഷങ്ങൾ ആരാ ഈ ഭൂമിയെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്? ഇതിന്റെ സംവിധാനം എന്താ? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ അതിന്റെ താരാപഥത്തിൽ, സോളാർ സിസ്റ്റത്തിൽ സഞ്ചരിക്കുന്നു. ആരാ ഇത് നടത്തുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ദൈവത്തെ കാണാൻ പ്രകൃതിയെ നോക്കിയാൽ മതി.
ദൈവം തന്നെ പ്രകൃതിയിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതിന്റെ പിൻപിൽ ഒരു മേക്കർ, ഉണ്ടാക്കിയ ആളില്ലെന്ന്? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ വിശ്വാസിക്കും ദൈവത്തെ സ്തുതിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ജീവൻ, നമ്മുടെ ആരോഗ്യം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവൻ എത്രയോ വിലപ്പെട്ടതാണ്. കണ്ണിന്റെ കാഴ്ച, ചെവിയുടെ കേൾവി, ഓർമ്മശക്തി, ഇത് ചെറിയ കാര്യമാണോ? ഇന്ന് രാത്രിയിൽ ദൈവത്തെ സ്തുതിക്കാൻ ഒത്തിരി വകകളുണ്ട്. ഹല്ലേലൂയ. പ്രകൃതിയിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. 2, ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ വചനത്തിൽ കൂടെയാണ്. ത്രൂ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനം. ദൈവത്തെ കാണണമോ? ഈ പുസ്തകത്തിലേക്ക് നോക്കിയാൽ മതി, ഇത് വായിച്ചു നോക്കിയാൽ മതി, ദൈവത്തെ കാണാം. ദൈവത്തെ കാണാൻ ആ എഴുതപ്പെട്ട റിട്ടൺ വേർഡ്, എഴുതിയ വചനമാണ് ദൈവത്തിൻ്റെ വചനം എന്നുള്ളത്. 3, ദൈവം തന്നെ വെളിപ്പെടുത്തിയത് തൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിൽ കൂടെയാണ്. ഡിയർ സൺ ജീസസ് ക്രൈസ്റ്റ് അവതരിക്കപ്പെട്ട, ഇൻകാർണേറ്റഡ്, ജഡമെടുത്ത ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് വന്നു. അപ്പൊ ദൈവത്തെ കാണണം. ആളുകൾ എന്നും പറയും, യോഹന്നാൻ 14 അധ്യായത്തിൽ ഫിലിപ്പോസ് പറഞ്ഞല്ലോ കർത്താവിനോട്, കർത്താവേ, ഗുരു, ഞങ്ങൾക്ക് ദൈവത്തെ കാണണം. ഫിലിപ്പോസിനോട് ചോദിച്ചു, ദൈവത്തെ കാണണമോ? ഫിലിപ്പോസ്, നീ ദൈവത്തെ കാണണമെന്ന് പറയുന്നത് എന്താ? ഞാൻ ഇത്രയും നാളും നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നോ? എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. ദൈവത്തെ കാണാൻ വേറെ എങ്ങും പോണ്ട, യേശുക്രിസ്തുവിനെ കണ്ടേച്ചാ മതി. ആമേ. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള സന്ദേശം, ദൈവത്തെ കാണാനല്ലേ മനുഷ്യൻ പോകുന്നത്, പലയിടങ്ങളില് തീർത്ഥയാത്രകൾ ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നത്, അവിടെയും ഇവിടെയും ഒക്കെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് ഈശ്വരനെ കാണാനാ. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ദൈവത്തെ കാണാൻ എങ്ങും പോകണ്ട. ദൈവം നമ്മെ കാണാൻ ഇറങ്ങി വന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യനെ കാണാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അവന്റെ പേരാണ് യേശുക്രിസ്തു. ദൈവം മനുഷ്യനോട് എന്നും എക്കാലത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. 4, ദൈവം തനിക്ക് നമ്മെ, മനുഷ്യവർഗത്തിന് തന്നെ വെളിപ്പെടുത്തിയ 4ാമത്തെ മാധ്യമം നമ്മുടെ മനസാക്ഷിയാണ്. മനസാക്ഷി പറയും ഒരു ദൈവം ഉണ്ടെന്ന്. കാട്ടിലെ ആദിവാസികൾ എങ്ങനെയാ ദൈവത്തെ അറിയുന്നത്? അവർക്ക് ബൈബിൾ കിട്ടിയിട്ടില്ലായിരിക്കും, സുവിശേഷം കിട്ടിയിട്ടില്ലായിരിക്കും. അവർക്കും അറിയാമല്ലോ ഒരു ദൈവമുണ്ടെന്ന്. ഇടിവെട്ടുമ്പോൾ അവർ പറയും, അയ്യോ ദൈവമേ. മിന്നലടിക്കുമ്പം പറയും, അയ്യോ ദൈവമേ. ചിലപ്പോൾ ഇടിയായിരിക്കും ദൈവം എന്നവർ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ദൈവബോധം അവർക്കുണ്ടാകും. എങ്ങനെ? ലോകത്തിലെല്ലാ മനുഷ്യനും ദൈവബോധം ഉണ്ടാകുന്നത് എങ്ങനെയാ? മനുഷ്യന് ദൈവം ഒരു മനസാക്ഷി കൊടുത്തിട്ടുണ്ട്. ആ മനസാക്ഷിയിൽ കൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നു. ദൈവം മനുഷ്യനോട് റിലേറ്റ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ്. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് റിലേഷൻഷിപ്പ്. ബന്ധങ്ങളുടെ ദൈവമാണ്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, മതത്തെക്കുറിച്ചല്ല, നോട്ട് റിലീജിയൻ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് പേഴ്സണെ കുറിച്ചാണ്. ഞങ്ങൾ ആരും യു കം ടു അവർ റിലീജിയൻ എന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല. അറിയാവുന്നവര്. ആമേൻ. കാരണം ഞാൻ പറഞ്ഞത്, ഒരു മതത്തിലേക്ക് വരാനല്ല പ്രസംഗിക്കുന്നത്. മതത്തിന്റെ വിഷയമല്ല, ഇത് ബന്ധത്തിന്റെ വിഷയമാണ്. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് റിലേഷൻഷിപ്പ്, നോട്ട് റിലീജിയൻ. മതമല്ല. ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് വരാൻ ഞങ്ങൾ നിങ്ങളെ വിളിക്കുകയാണ്. ആ വ്യക്തിത്വത്തിന്റെ പേരാണ് യേശുക്രിസ്തു. കം ടു ക്രൈസ്റ്റ്. ക്രിസ്തുവിലേക്ക് വരൂ എന്നാണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാനുള്ളത്. ഇതാണ് 2000 വർഷങ്ങൾ കൊണ്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രിയും ഈ കല്ലുവാതുക്കൽ ഈ ദേശത്ത് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്, യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം മനുഷ്യനെ സന്ദർശിക്കാൻ ഈ ലോകത്തിലേക്ക് വന്നു. ദൈവം സ്നേഹത്തിന്റെ ദൈവമാണ്. ചിന്നു പറഞ്ഞല്ലോ, സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന്. ആ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ ദർശനം കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി. ഗോഡ് ഓഫ് ലവ്. സ്നേഹം, സ്നേഹിക്കുന്ന ദൈവം. മനുഷ്യൻ അതല്ലേ വേണ്ടേ? മനുഷ്യന്റെ ജീവിതത്തിൽ ആത്യന്തികമായിരിക്കുന്നത് സ്നേഹം. സ്നേഹിക്കപ്പെടണം, സ്നേഹം കിട്ടണം. സ്നേഹം കുതിക്കുന്ന ഒരു ലോകമാണ്.
കപട സ്നേഹങ്ങളുടെ പുറകെ ഒത്തിരി പോകുന്ന മനുഷ്യനെ ഇന്ന് നമ്മൾ കാണാം. പത്ര മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയ ദിവസവും കാണുന്ന സംഭവങ്ങൾ നമുക്കറിയാമല്ലോ. എത്രയോ കപട സ്നേഹത്തിന്റെ പുറകെ പോയി, മായാലോകത്തിന്റെ പുറകെ പോയി, മാടി വിളിച്ച മാദക സുഖങ്ങളുടെ പുറകെ പോയി, അവിടെ താളം തെറ്റിയ താരാട്ട് പോലെ തകർന്ന് ഈയാമ്പാറ്റകൾ പ്രകാശത്തിന്റെ അടുക്കലേക്ക് പറന്നെത്തുന്ന ഈയലുകൾ ചിറകറ്റ് നിലംപതിക്കുന്ന പോലെ മോഹഭംഗം ഭവിച്ച് താളം തെറ്റിയ താരാട്ട് പോലെ തകരുന്ന എത്രയോ ബന്ധങ്ങൾ ഇവിടെ കാണാം. ഇവിടെ കാണുന്ന സ്നേഹമെല്ലാം യഥാർത്ഥ സ്നേഹമാണോ? ക്യാമ്പസ് പ്രണയങ്ങൾ യഥാർത്ഥ സ്നേഹമാണോ? സ്നേഹിച്ച പെൺകുട്ടി ആമേൻ സ്വത്രം സമ്മതം മൂളിയില്ല എന്ന് പറഞ്ഞ ആ പെങ്കൊച്ചിനെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ഒരു കാലമല്ലേ? പെങ്കൊച്ചിന്റെ അപ്പനെ കത്തിക്ക് കുത്തുന്ന കാലമല്ലേ? യഥാർത്ഥ സ്നേഹമാണെങ്കിൽ സ്നേഹം നിരസിച്ചാൽ എന്തിനാ ആ കൊച്ചിനെ കൊല്ലുന്നേ? ആമെ കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് ഭർത്താവിനെ കൊല്ലുന്നേ? എത്ര സംഭവങ്ങൾ ദിവസവും നമ്മൾ കാണുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഇവിടുത്തെ സ്നേഹങ്ങളെല്ലാം സ്നേഹങ്ങളല്ല, അത് കാപട്യമാണ്, അത് മോഹത്തിന്റെ വ്യാഖ്യാനമാണ്. എന്നാൽ യഥാർത്ഥ സ്നേഹം, മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹം യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. സ്നേഹത്തിന്റെ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടല്ലേ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവം, നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദൈവം പണ്ട് ഭാഗമായിട്ട് പ്രവാചകൻ മുഖാന്തരം അംശമായിട്ടും ദൈവം മനുഷ്യൻ സംസാരിച്ചുകൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിനെ അയച്ചിട്ട് പുത്രൻ മുഖാന്തരം ലോകത്തോട് സംസാരിച്ചു. ആരാണ് യേശു ക്രിസ്തു? ദൈവം തന്നെ വെളിപ്പെടുത്തി. ക്രിസ്തുവിൽ കൂടെ ഗോഡ്സ് റെവലേഷൻ, ദൈവത്തിന്റെ വെളിപ്പാടാണ് ക്രിസ്തു. 2, ദൈവപുത്രനെ അവകാശിയാക്കി വെച്ചു. ദൈവത്തിന്റെ പുത്രനെ ഈ ലോകത്തിന്റെ മുഴുവൻ അവകാശിയാക്കി വെച്ചു. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവനെ അവകാശിയാക്കി വെച്ചു. യേശുവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ് ഈ പ്രപഞ്ചം, ഈ ലോകം. മനുഷ്യൻ എന്തെല്ലാം വാരിക്കൂട്ടി എന്ന് പറഞ്ഞാലും നമുക്ക് നല്ല വീടും നല്ല കാറും നല്ല സമ്പത്തും ഒക്കെ ഉള്ളത് വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ആവശ്യത്തിനുള്ളത് വേണം. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിൽ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കിയ ചില ആളുകൾ ജീവിതത്തിൻ്റെ ദുർബല നിമിഷത്തിൽ അവരുടെ മനസ്സിൻ്റെ താളം തെറ്റിയപ്പോൾ, അല്ലെങ്കിൽ പിടിവിട്ടു പോകുന്നു എന്ന് ചിന്തിച്ചപ്പോൾ, ക്രൈസിസുകളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ജീവിതം ഒടുക്കിയല്ലേ? നമ്മുടെ കൊല്ലംകാരനായിരുന്ന രാജംപിള്ള സാറ്, ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് കമ്പനിയുടെ സാമ്രാജ്യം ഉണ്ടാക്കിയ രാജംപിള്ള സാറ് സാമ്പത്തികമായി തകർന്നപ്പോ അദ്ദേഹത്തെ ഡൽഹിയിലെത്തി ജയിലിൽ കിടക്കുന്ന സംഭവം നമുക്കറിയാം. അത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഭവമാണ്. ബിസിനസ് സാമ്രാജ്യം തകർന്നു, തൻ്റെ ജീവിതം അസ്തമിച്ചു, തൻ്റെ ബിസിനസ് തകർന്നു. കുറച്ച് നാളുകൾക്ക് മുൻപല്ലേ ഇന്ത്യൻ കോഫി ഹൗസിന്റെ കഫേ കോഫിയുടെ സ്ഥാപകനായ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കോടീശ്വരനായ മനുഷ്യൻ ഓടിച്ചു കൊണ്ടുപോയ കാർ ഒരു പാലത്തിന്റെ അടുത്ത് വന്നപ്പോൾ ഡ്രൈവറോട് പറഞ്ഞു, നീ കാർ അക്കരെ കൊണ്ടിട്, ആ ആറ്റിലേക്ക് കയത്തിലേക്ക് എടുത്തിയാടി. സിദ്ധാർത്ഥ് എന്ന കഫേ കോഫിയുടെ സ്ഥാപകനായ കോടീശ്വരൻ തന്റെ ജീവിതം ഒടുക്കിയത് എന്തുകൊണ്ടാ? പണമില്ലാഞ്ഞത് കൊണ്ടല്ല, ബിസിനസ് ഇല്ലാഞ്ഞത് കൊണ്ടല്ല, സാമ്പത്തികമായി തകർച്ച ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ജീവിതമൊടുക്കി. തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കോവിഡിന്റെ കാലത്താണ് ദുബായിൽ ഒരു വലിയ ബിസിനസ്സുകാരൻ, കപ്പൽ ജോയി എന്നറിയപ്പെടുന്ന ഒരു മാന്യനായ മനുഷ്യൻ, മാനന്തവാടിയിൽ വയനാട്ടിൽ അറയ്ക്കൽ പാലസ് 40,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ഉണ്ടാക്കിയ അറയ്ക്കൽ പാലസ് അദ്ദേഹത്തിന്റെ കൊട്ടാരം. പക്ഷെ ദുബായിലെ ബിസിനസ് സാമ്രാജ്യം പരാജയപ്പെട്ടപ്പോ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കപ്പൽ ജോയി എന്ന ആ മനുഷ്യൻ, നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി സഹായിക്കുന്ന ഒക്കെ ആയിരുന്നു, തൻ്റെ ജീവിതമൊടുക്കി. കഴിഞ്ഞ ചില ദിവസങ്ങൾ നമ്മൾ കേട്ടില്ലേ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന്റെ സ്ഥാപകനായ ഡോക്ടർ സിജെ റോയി, അദ്ദേഹം കോടികളുടെ ആസ്തിയുള്ള മനുഷ്യൻ, ഫെരാരി കാറ്, റോൾസ് റോയ്സ്, എത്രയോ എണ്ണം, ആ ലംബോഗിരി, എത്രയോ ആഡംബര കാറുകളും ബിസിനസ് സാമ്രാജ്യവും പടുത്തുയർത്തിയ ആ മനുഷ്യൻ സ്വന്തം തൊക്കെടുത്ത് ചങ്കിലേക്ക് നിറയൊഴിച്ച് ജീവിതം അവസാനിപ്പിച്ചില്ലേ? ആ പ്രിയപ്പെട്ടവളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പണത്തോടൊന്നും ആർത്തിയില്ല, ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും എന്ന്. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പ് അവരോട് ചോദിച്ചെന്നാണ് പത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ മരിച്ചാൽ നീ എന്ത് ചെയ്യും? എനിക്ക് ഈ ആർഭാടങ്ങളോടൊന്നും താല്പര്യമില്ല,
ഞാൻ പിള്ളേരെ വിളിച്ചോണ്ട് എൻ്റെ അമ്മയുടെ അടുക്കലേക്ക് പോകുമെന്ന സ്ത്രീ പറഞ്ഞു എന്നാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞത്, ലോകത്തിൽ എത്രയോ മനുഷ്യൻ ജീവിതത്തിൽ കോടിക്കണക്കിന് ആസ്തിയുള്ളവർ, എല്ലാവിധ ആർഭാടങ്ങളും ആഡംബരങ്ങളും ഉള്ള മനുഷ്യൻ എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവിതമെടുക്കുന്നു? ഇന്ന് രാത്രി വിളിച്ചു പറയാം, മനുഷ്യ ഹൃദയത്തിന്റെ ശൂന്യത മാറ്റാൻ ലോകത്തിന്റെ പണത്തിന് കഴിയത്തില്ല, ലോകത്തിന്റെ സംവിധാനങ്ങൾ കഴിയില്ല. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, യേശു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് തരുവാനോ ലോകത്തിന് എടുക്കുവാനോ കഴിയാത്ത സമാധാനം, പീസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. യേശുക്രിസ്തുവാണ് ഈ ലോകത്തിന്റെ മുഴുവൻ അവകാശി. എല്ലാം അവൻ്റേതാണ്, ഇത് മുഴുവൻ അവൻ്റേതാണ്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും അവനുള്ളതാണ്. നമ്മൾ പാർക്കുന്ന വീട് നമുക്ക് പാർക്കാം, പക്ഷെ നമ്മൾ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കണം, അല്ലേ? നമ്മുടെ വീടുകൾക്ക് എല്ലാ വർഷവും നമ്മുടെ പഞ്ചായത്തിൽ ടാക്സ് കൊടുക്കണമല്ലോ. നമ്മുടെ വസ്തുക്കൾക്ക് നമ്മൾ കരമൊടുക്കണം, അത് ഗവൺമെന്റിന്റെ നിയമമാണ്. ആധാരമൊടുക്കി നമ്മൾ കരമൊടുക്കി ആധാരമൊക്കെ എഴുതി വീട്ടിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട്. ആരും നമ്മളെ ഇറക്കി വിടത്തൊന്നുമില്ല, അതൊക്കെ ശരിയാ. പക്ഷെ ഈ ഭൂമിയും സംവിധാനങ്ങളും ഒക്കെ ആരുടെ വകയാ? ഗവൺമെന്റിന് ടാക്സ് കൊടുക്കണം നമ്മൾ താമസിക്കണമെങ്കിൽ. ഇന്ന് ആമേൻ സ്തോത്രം, ഞാൻ പറഞ്ഞതൊന്നും വേണ്ട എന്നുമല്ല. ഇതിന്റെ മുഴുവൻ അവകാശി ആരാണെന്ന് ചോദിച്ചാൽ സകലത്തിന്റെയും അവകാശി ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്. അവൻ മനുഷ്യന് ഭൂമിയെ പാർക്കുവാൻ തന്നിരിക്കുകയാ. എന്നാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഭൂമി പോലും നമ്മുടെ സ്വന്തമല്ല എന്ന് നമ്മൾ ഓർക്കണം. ഇതെപ്പോഴാ വിണ്ടു കീറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. കേരളം 2 പ്രളയം കണ്ടില്ലേ? മധ്യ തിരുവിതാംകൂറിൽ പന്തളത്തൂടെ ചെങ്ങന്നൂരെ കൊല്ലത്ത് കിടന്ന മത്സ്യത്തൊഴിലാളികളായ പാവപ്പെട്ട സഹോദരങ്ങൾ വള്ളവും ബോട്ടുമായിട്ട് വന്നു. പ്രളയം കേരളത്തിൽ 2018-ലും 20-ലും ഉണ്ടായപ്പോ സ്തോത്രം, എത്രയോ മനുഷ്യന്റെ സ്വപ്നങ്ങളാണ് തകർന്നു പോയത് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ലംബോഗിരി ഉണ്ടായിരുന്ന ഒരു ചേച്ചി വീട്ടിലോട്ട് പോകാൻ വഴിയുടെ വീതി കുറവാ എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടതാ. പക്ഷേ പ്രളയം വന്നപ്പോൾ ലംബോഗിരി ഉണ്ടായിരുന്ന ചേച്ചിക്ക് ലംബോഗിരി എടുക്കാൻ പറ്റിയില്ല, വീട് മുഴുവൻ വെള്ളത്തിലായിപ്പോയി. അവസാനം രക്ഷാപ്രവർത്തകർ വന്ന് ഒരു ചരുവത്തിനകത്ത് ചേച്ചിയെ ഇരുത്തി മോശക്കുഞ്ഞിനെ നീക്കിവിടുന്ന പോലെ വിട്ടെന്ന്. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ ഒരു പാവപ്പെട്ട അമ്മച്ചി ഒരു കൊച്ചു വീടിന്റെ മേളിൽ നിൽക്കുക, വെള്ളത്തിൽ മുക്കി നിൽക്കുക. ഹെലികോപ്റ്റർ പോയപ്പോൾ അമ്മച്ചി സന്തോഷം ടാറ്റ പറഞ്ഞതാ. അവർ വിചാരിച്ച് അമ്മച്ചി വെള്ളത്തിൽ കിടക്കുക, ഏതായാലും രക്ഷിക്കുക. ലാഡർ ഇറക്കി കൊടുത്തു, അമ്മച്ചിയെ പൊക്കിയെടുത്ത് ഹെലികോപ്റ്റർ കയറ്റി ക്യാമ്പ് സെന്ററിൽ കൊണ്ടുവിട്ടു. ചരുവം മേടിക്കാൻ നിവൃത്തിയില്ലാത്ത അമ്മച്ചി ഹെലികോപ്റ്ററിൽ കയറി ലംബോഗിരി ചേച്ചിയെ ചരുവത്തിനകത്ത് ഇറക്കി വിട്ടു. ഇതാ ലോകം. ചെങ്ങന്നൂർ ഒരു വലിയ അമേരിക്ക കുടുംബം ഉണ്ടായിരുന്നു. വീടൊക്കെ മനോഹരമായി വെച്ച വീട്, റിമോട്ട് ഗേറ്റ് ആണ് വെച്ചിരിക്കുന്നത്. മതിലെ എഴുതി വെച്ചു, യന്ത്രവൽകൃത ഗേറ്റാണ്, നിങ്ങൾ തള്ളിയാൽ ഇത് തുറക്കത്തില്ല, ഇത് റിമോട്ട് കൺട്രോളിലേ തുറക്കൂ. അപ്പച്ചനും അമ്മച്ചിയും മക്കളെല്ലാം വിദേശത്ത്. വലിയ വീടാ. പമ്പയാറ്റിലെ വെള്ളം വന്നപ്പം ആറ്റിലെ വെള്ളത്തിനറിയാമോ ഇത് യന്ത്രവൽകൃത ഗേറ്റാണെന്ന് വല്ലതും? അത് പൊക്കിയെടുത്ത് ദൂരെ കളഞ്ഞു. നമ്മൾ എന്നാ സംവിധാനം ഉണ്ടാക്കിയെന്ന് വെച്ചാലും പ്രകൃതിയുടെ വികൃതിയിൽ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ന് രാത്രി ഒരു ദൈവവേദന പറയാം, ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുക്കി സമുദ്രമധ്യ വീണാലും അതിന്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ചു കലകിയാലും നാം ഭയപ്പെടുകയില്ല. ഞാൻ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. ഓ, കരകളെ അടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സകലത്തിനും അവകാശിയാക്കി വെച്ചു. വേഗം പറഞ്ഞു പോകട്ടെ. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. എല്ലാം യേശുക്രിസ്തു മുഖാന്തരമാ. ദൈവം അതിലേക്കൊന്നും പോകുന്നില്ല, സമയമില്ലാത്ത ആ ഭാഗം ഞാൻ വിശദീകരണത്തിലേക്ക് എടുക്കുന്നില്ല. 3-ാമത് യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. ക്രിസ്തു മുഖാന്തരമാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടാക്കപ്പെട്ടത്. അടുത്തത്, അവൻ തേജസ്സിന്റെ പ്രഭയാണ്, ദൈവത്തിന്റെ പ്രഭയാണ്. പ്രഭ, the brightness of God's glory എന്ന് പറഞ്ഞ പേഴ്സോണിഫിക്കേഷൻ, മൂർത്തി ഭാവം. ദൈവം ക്രിസ്തുവിൽ കൂടെ വെളിപ്പെട്ടിരിക്കുന്നു. പേഴ്സോണിഫിക്കേഷൻ, ദൈവം പേഴ്സണായി ഇറങ്ങി വന്നിരിക്കുന്നു. അവൻ തത്വത്തിന്റെ തേജസ്സിന്റെ പ്രഭയാണ്. the brightness of God's glory. ദൈവത്തിന്റെ പ്രഭ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രഭയാണ്, ആ മഹത്വമാണ് ക്രിസ്തു. 5-ാമത്, തത്വത്തിന്റെ മുദ്രയാണ്. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
the exact representation of the God. ആ എക്സാക്ട് റെപ്രസെന്റേഷൻ ദൈവം തന്നെ ക്രിസ്തുവിൽ കൂടെ. ഇത് ഞാൻ വിശദീകരിക്കാതെ അത്രയും പറഞ്ഞു നിർത്തുകയാണ്. സകലത്തെയും തൻ്റെ വചനത്താൽ വഹിക്കുന്നവൻ, ഈ ലോകത്തെ ഉലകത്തെ മുഴുവൻ വഹിക്കുന്നവൻ, കയ്യിൽ വഹിക്കുന്നവൻ, ഈ പ്രപഞ്ചത്തെ വഹിക്കുന്നവൻ, സകലത്തെയും വഹിക്കുന്നവനാ. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ കാണുന്ന സകലത്തെയും തന്റെ ശക്തിയുള്ള കരകൾ കൊണ്ട് ഉള്ളം കയ്യിൽ സപ്തസാഗരങ്ങളെ വഹിക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാടിയിൽ കൊള്ളിക്കുന്നവൻ, പർവ്വതങ്ങളെ കുന്നുകളെ തിരാസുകൊണ്ട് തൂക്കി തിട്ടപ്പെടുത്തിയവൻ, ആകാശത്തെ ചാണുകൊണ്ട് അളന്നവൻ, ഹല്ലേലൂയ, പർവ്വതങ്ങളെ കുന്നുകളെ അവൻ തൂക്കിയവൻ, അവന്റെ കരകളിലാ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുന്നവനാ, അവന്റെ കൈകളിലാണ് പ്രപഞ്ചം, അവന്റെ കൈകളിലാണ് ആകാശഭൂമികൾ, ഇതെല്ലാം വഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മൾ വായിച്ച വേദഭാഗത്തിൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. കർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒത്തിരി വിശദീകരിക്കാതെ ആ കാര്യങ്ങൾ, ആ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കർത്താവായ യേശു ക്രിസ്തു സകലത്തിൻ്റെയും അവകാശിയായ, തത്വത്തിൻ്റെ മുദ്രയും തേജസ്സിൻ്റെ പ്രഭയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആയ യേശു ക്രിസ്തു പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലഭാഗെ ക്രിസ്തു ഇരിക്കുന്നു. ആ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. പരിഹാരം വരുത്തുന്ന ക്രിസ്തു, പരിഹാരകനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എല്ലാറ്റിൻ്റെയും പരിഹാരം ക്രിസ്തുവിലാണ്. പരിഹാരം വരുത്തി ക്രിസ്തു. ഈ കർത്താവായ യേശു ക്രിസ്തു എന്തിനാ ലോകത്തിൽ വന്നത്? ചിലതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് മനുഷ്യന്റെ മുൻപിൽ 1000 പ്രശ്നങ്ങൾ, പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ, പരിഹാരമില്ലാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാപപ്രശ്നമാണ്. പാപത്തിന് പരിഹാരം ഉണ്ടാകണം. പാപപരിഹാരകനായ ക്രിസ്തു. പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ആളുകളെ സമീപിക്കാറുണ്ട്. അവർ പല മാർഗങ്ങൾ പറയാറുണ്ട്. ചില ക്രിയകൾ ചെയ്യണം എന്ന് പറയാറുണ്ട്, പരിഹാര കർമ്മങ്ങൾ, ക്രിയകൾ. പക്ഷെ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം. ഏറ്റവും ആത്യന്തികമായി നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പാപത്തിന്റെ പരിഹാരകനാണ്. ലോകത്തിൽ പല പ്രശ്നങ്ങളുണ്ട്. പാപപ്രശ്നം ഏറ്റവും വലിയ പ്രശ്നമാണ്. മനുഷ്യന്റെ തൊഴിൽ മേഖല, തൊഴിൽ പ്രശ്നമുണ്ട്. ജീവിത സന്ധാരണത്തിന്റെ ജീവിത മാർഗ പ്രശ്നമുണ്ട്. ഭാവി പ്രശ്നം, യുവതലമുറയുടെ ഭാവി പ്രശ്നങ്ങളുണ്ട്. വഴിപ്രശ്നം, അരിപ്രശ്നം, തൊഴിൽ പ്രശ്നം, എത്രയോ പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യനുണ്ട്. ലോകത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനില്ല. എല്ലാ മനുഷ്യനും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആരും പുറത്തൊന്നും അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാരങ്ങൾ എല്ലാ മനുഷ്യനും ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. കുറ്റബോധം മനുഷ്യനെ ഇന്ന് വേട്ടയാടുകയാണ്. ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ ഇന്ന് ലോകം കടന്നു പോകുന്നു. നമ്മൾ മുമ്പേ കേട്ടതുപോലെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ വലിയ മാനസികമായ തകർച്ചയിലേക്ക് പോകാറുണ്ട്. ഡിപ്രഷൻ, വിഷാദരോഗം, നാളെ എന്ത് സംഭവിക്കും, ആകുല ചിന്തകൾ, ആങ്സൈറ്റി, നാളത്തെ കാര്യത്തെക്കുറിച്ച് ഭയം മനുഷ്യനെ അലട്ടുന്ന വലിയ പ്രശ്നമാണ്. കുറ്റബോധം, ഗിൽറ്റ് ഫീലിംഗ്, അപകർഷതാബോധം, മറ്റുള്ളവരുടെ തിരസ്കരണം, റിജക്ഷൻ, എത്രയോ മാനസിക പ്രശ്നങ്ങളിലൂടെ ഇന്ന് മനുഷ്യർ കടന്നു പോകുന്നു. മനസ്സ് ശാന്തമാക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് യുവജനങ്ങളെ സംബന്ധിച്ച് ഒത്തിരി അഡിക്ഷൻ, അബ്യൂസ്, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇന്ന് യുവജനങ്ങൾ കടന്നു പോകുകയാണ്. മയക്കുമരുന്നിന്റെ പിടിയിൽ, മദ്യത്തിന്റെ പിടിയിൽ. നമുക്കറിയാം, കല്ലുവാതുക്കലിനടുത്താണ് ഞാൻ പ്രസംഗിക്കുന്ന ഇപ്പോൾ. അല്ലെ, കല്ലുവാതുക്കലാണല്ലോ. കല്ലുവാതുക്കൽ ദുരന്തം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. വിഷമദ്യ ദുരന്തം കേരളത്തിൽ എത്രയോ നടന്നതാണ്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഒരുപാട് വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രശ്നമാണ് മദ്യവും മയക്കുമരുന്നും. MDMA എന്ന് പറയുന്നതായ ഒരു മയക്കുമരുന്ന് ഇന്ന് യുവലോകത്തെ വല്ലാതെ തകർത്തുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ പോകുന്നു. അതിൻ്റെ ലിസ്റ്റ് ഞാനതിലേക്കൊന്നും പോകുന്നില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കുടുംബ പ്രശ്നങ്ങൾ, എത്രയോ പ്രശ്നങ്ങൾ ഇന്ന് മനുഷ്യന്റെ മുൻപിൽ ചോദ്യചിഹ്നങ്ങളുമായിട്ട് നിൽക്കിയ പരിഹാരമില്ല. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായ കാരണം എന്താ? റൂട്ട് കോസ് എന്താണ്? പാപമാണ്. മനുഷ്യന്റെ പാപമാണ്. നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ മനുഷ്യൻ ചെയ്യുന്നു. പൗലോസ് അതല്ലേ പറഞ്ഞേ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആർ വിടുവിക്കും? നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. കാരണം മനുഷ്യന്റെ ജഡത്തിൽ ഒരു പ്രമാണമുണ്ട്, ദ ലോ ഓഫ് സിൻ, പാപത്തിന്റെ പ്രമാണം. അതെന്നെ അടിമപ്പെടുത്തുന്നു, ബദ്ധനാക്കുന്നു. വാട്ട് എ wretched man I am. എത്രയോ വലിയ തകർച്ചയുള്ള മനുഷ്യൻ. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കരുത്, കള്ളം പറയരുത്, മദ്യപിക്കരുത്, പിടിച്ചു പറിക്കരുത്. അവൻ നല്ല മനുഷ്യനായി ജീവിക്കണം, പക്ഷേ കഴിയുന്നില്ല. എന്നെ ആർക്ക് രക്ഷിപ്പാൻ കഴിയും? Who shall deliver me? മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മനുഷ്യന്റെ മുൻപിൽ പ്രശ്നങ്ങളുണ്ട്. പാപപ്രശ്നം അതൊരു വലിയ പ്രശ്നമാണ്. ഈ പാപപ്രശ്നത്തിന്റെ പരിഹാരമാണ് ആത്യന്തികമായി ക്രിസ്തു വരുത്തിയത്. പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തി. ഏറ്റവും പ്രധാനം പാപപരിഹാരമാണ്. പാപപരിഹാരത്തിന് വേണ്ടിയല്ലേ ഇന്ന് മനുഷ്യൻ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്? പാപം പരിഹരിക്കണം, പാപപരിഹാരം. എന്നാൽ എവിടെയാണ് പാപപരിഹാരം നമുക്ക് ലഭിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടിട്ട് സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഇതാ സർവ്വലോകത്തിന്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണിവൻ. യേശു ആരാണ്? അവൻ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കാൻ ലോകത്തിലേക്ക് വന്നവനാ. ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റ് ഒരു നാമവുമില്ല. പാപപരിഹാരം 65-ാം സങ്കീർത്തനം 3-ാം വാക്യം, 2-3 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് പാപപരിഹാരത്തെ സംബന്ധിച്ച്. ഒത്തിരി വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വാക്യം ശ്രദ്ധിച്ചാട്ട് 65-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു. നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്ക് നീ പരിഹാരം വരുത്തിയിരിക്കുന്നു. പാപപരിഹാരം. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ഉം 27-ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. എന്തിനാ? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുകയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ ഒരിക്കൽ പ്രത്യക്ഷനായി. 9-26-27 വാക്യം എബ്രായ ലേഖനം. അവിടെ എഴുതിയിരിക്കുന്നത് വ്യക്തമായി പാപപരിഹാരത്തെ കുറിച്ചാണ്. ഓക്കെ, വായിക്കാം. സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും ക്രിസ്തു അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. മതി, അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പാപപരിഹാരം ക്രിസ്തു വരുത്തി. പാപപരിഹാരകനായ ക്രിസ്തു. 1 പത്രോസ് 2:24 നമ്മുടെ പാപം അവന്റെ മേലാക്കി. പാപം അറിയാത്തവനെ ദൈവം പാപമാക്കി എന്ന് പൗലോസ് പറയുന്നു. പത്രോസ് പറയുന്നു, അവന്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ പാവനമായ ശരീരത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ യാഗമായി, അവന്റെ അടിപ്പിണരുകളിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി പാപപരിഹാരവും രോഗത്തിന്റെ സൗഖ്യവും യേശുവിന്റെ ക്രൂശുമരണത്തിൽ കൂടെ അവിടുന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാൽ ഇന്ന് രാത്രിയിൽ പാപങ്ങളുടെ പരിഹാരമാണ് ഏറ്റവും പ്രധാനം. അതിനെന്താ ചെയ്യേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, 53:6 നമ്മൾ വായിക്കുന്നല്ലോ, നമ്മുടെ അകൃത്യങ്ങളെല്ലാം അവൻ വഹിച്ചു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപമറിയാത്തവനെ പാപമാക്കി അവനിൽ മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾ ചുമന്നു. പാപപരിഹാരം ക്രിസ്തു കാൽവറി ക്രൂശിൽ പാപപരിഹാരം വരുത്തി. എല്ലാവർക്കും അവൻ വിളിച്ചു പറഞ്ഞു,
നിവൃത്തിയായി ചെയ്തിരിക്കുന്നു. ഇനി പാപങ്ങൾക്കൊരു യാഗവും ആവശ്യമില്ല, പരിഹാരം വേറെ യാഗങ്ങൾ ആവശ്യമില്ലാതെ വണ്ണം ക്രിസ്തു ഒറ്റ യാഗം കൊണ്ട്, ഒരു യാഗം, അവസാനത്തെ യാഗം. പഴയ നിയമത്തിൽ 1000 മൃഗങ്ങളെ അറുത്ത് യാഗം കഴിച്ചു. എന്നാൽ ക്രിസ്തു തൻ്റെ ശരീരം കൊണ്ട് യാഗമാക്കി പാപ പരിഹാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുത്തി. അത് ഓരോരുത്തർക്കും അത് നേടുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്താൽ യേശുവിനെ രക്ഷകനായി വിശ്വസിച്ച് അവൻ പാപങ്ങൾ ഏറ്റുപറയുന്ന മനുഷ്യന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം പാപമോചനം നൽകുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കും, പാപ പരിഹാരം വരുത്തി. ഇനിയും ആരും വരുത്തേണ്ട, ക്രിസ്തു വരുത്തി. ഇറ്റ് ഈസ് ഡൺ, ചെയ്തിരിക്കുന്നു. നീ അത് വിശ്വസിച്ച് സ്വീകരിച്ചാൽ മാത്രം മതി. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുദേവൻ ക്രൂശിക്കപ്പെട്ടാൽ ലോകത്തിലെല്ലാ മനുഷ്യൻ്റെയും പാപങ്ങൾ എങ്ങനെ മോചിക്കപ്പെടും? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ ചേർന്ന് നമുക്ക് തരുവാനുള്ള അരിയും ഗോതമ്പും പഞ്ചസാരയും പല സംസ്ഥാനങ്ങളിൽ നിന്ന് അത് ഫുഡ് കോർപ്പറേഷൻ വഴിയായി അത് സംവിധാനങ്ങൾ അനുസരിച്ച് അത് ആളുകളിൽ കൊണ്ടുവന്നിട്ട് അതാത് ദേശങ്ങളിലുള്ള റേഷൻ കടകളിൽ നിങ്ങളുടെ വിഹിതം നിങ്ങൾക്കവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അവരവർക്കുള്ള റേഷൻ കാർഡുമായി റേഷൻ കടയിൽ ചെന്ന് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് പതിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റ്, നിങ്ങളുടെ വിഹിതം നിങ്ങളുടെ വീടുകളിലേക്ക് വരും. പഞ്ചാബിൽ കിടക്കുന്ന അരി, അല്ലെങ്കിൽ വടക്കേന്ത്യയിലെ സംസ്ഥാനങ്ങൾ കിടക്കുന്ന ഗോതമ്പ്, പാം ഓയിൽ, പഞ്ചസാര, മണ്ണെണ്ണ, അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനം അനുസരിച്ച് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ മുഖാന്തരം നമ്മുടെ ദേശങ്ങളിലെ ലോക്കൽ യൂണിറ്റുകൾ, റേഷൻ കടകളിൽ വരുമ്പോൾ നിങ്ങളുടെ വിഹിതം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കാർഡുമായിട്ട് പോയി നിങ്ങളുടെ വിരൽ പതിപ്പിക്കുമ്പോൾ നിങ്ങളുടെ യൂണിറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് കിട്ടാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ സകല മനുഷ്യർക്കും വേണ്ടി വിടുതൽ വിളംബരം ചെയ്തു. ഈ ലോകമുള്ള കാലത്ത് എവിടെ ജീവിക്കുന്ന മനുഷ്യനും അവനവന്റെ വിഹിതം കിട്ടാൻ അവൻ വിശ്വാസത്തോടു കൂടി ക്രൂശിന്റെ അരികിലേക്ക് വന്ന്, യേശുവേ, ഞാനൊരു പാപിയാണ്, അങ്ങനെക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ ഏത് മനുഷ്യനും അവന്റെ രക്തം മൂലം പാപമോചനമുണ്ട്, പ്രായശ്ചിത്തമുണ്ട്. ഇതാണ് വേദപുസ്തകം പ്രഖ്യാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. ആർക്കും വരുത്താൻ കഴിയാത്ത പരിഹാരം ക്രിസ്തു വരുത്തി. ഇനിയും 2, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, മനുഷ്യർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, നാട്ടുകാർക്കും വീട്ടുകാർക്കും പരിഹരിക്കാൻ കഴിയാത്ത വിഷയം. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ, മർക്കോസ് 5-ാം അധ്യായത്തിൽ വായിക്കുന്ന 6000 ലഗ്യോൻ ബാധിച്ചൊരു മനുഷ്യൻ, അവന്റെ പാർപ്പ് ശവക്കല്ലറയില, സെമിത്തേരിയില, വീട്ടിലല്ല, ചങ്ങല കൊണ്ടവനെ ബന്ധിച്ചിരിക്കുക. ആ ചങ്ങല അവന് ഇങ്ങനെ ഉരുമി പൊട്ടിക്കാൻ നോക്കുക, കല്ലെടുത്ത് തന്നെ ചതയ്ക്കുകയാ. എത്ര പേര് നോക്കിയാലും നാട്ടുകാർക്ക് അവനെ ബന്ധിക്കാൻ പറ്റില്ല, അവനെ ഒതുക്കാൻ പറ്റില്ല. ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത, നാട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം. പഞ്ചായത്തിന് കഴിയില്ല, വാർഡ് മെമ്പർക്ക് കഴിയത്തില്ല, ആർക്കും കഴിയാത്ത, നാട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നം. ഭൂതപ്രശ്നമാണ് അവന്റെ പ്രശ്നം. 6000 ഭൂതം ബാധിച്ച മനുഷ്യൻ, സെമിത്തേരിയിലാണ് അവൻ കിടക്കുന്നത്. എന്നാൽ യേശു അവിടെ ചെന്നിട്ട് അവനുള്ള ദുരാത്മാവിനെ ശാസിച്ചപ്പോൾ ആ ഭാഗമൊക്കെ നമുക്കറിയാം. അവനിലെ 6000 ലഗ്യോൻ പോയി, അത് പന്നിക്കൂട്ടത്തിലേക്ക് പോയി. അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ച് യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്ന കാഴ്ചയാ നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സെമിത്തേരിയിൽ കിടന്നുറങ്ങിയവൻ, കല്ലറകളിൽ പാർത്തവൻ, കല്ലുകൊണ്ട് ശരീരം ഇടിച്ചിഞ്ച നാരി പരുവത്തിൽ ചതച്ചവൻ, ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത ദുഷ്ട പിശാചിനെ ഒറ്റ നിമിഷം കൊണ്ട് കെട്ടുപൊട്ടിച്ച് അവനെ സുബോധം വരുത്താൻ, പരിഹാരം വരുത്താൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. പാപപരിഹാരം ക്രിസ്തു വരുത്തുന്നു. പൈശാചിക പ്രശ്നങ്ങൾ, ഭൂതത്തിന്റെ കെട്ടിൽ നിന്നും യേശു വിടുതൽ നൽകുന്നവനാണ്. നാട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, വീട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം അല്ലേ? യായിറോസിന്റെ മകൾ മരിച്ചു, ശരീരത്തിൽ നിന്ന് ചൂടങ്ങോട്ട് പോയതേ ഉള്ളൂ. പള്ളിപ്രമാണി ആളയച്ചു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ബാല്യ അത്യാസന അവസ്ഥയിലായിരിക്കുന്നു. യേശു അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട യായിറോസേ, വിശ്വസിക്ക്. പള്ളിപ്രമാണിയോട് പറഞ്ഞു, വിശ്വസിക്ക്, ആമേ, ഭയപ്പെടേണ്ട. കർത്താവ് അവിടെ ചെന്നു. അവിടെ മകൾ മരിച്ചു കിടക്ക, ഡെഡ് ബോഡി കട്ടിൽ കിടക്ക, ആരവാരം വിലാപക്കാര് കരഞ്ഞുകൊണ്ടിരിക്കുക. യേശു അവരോടെല്ലാം ആ വീട്ടിൽ
വീട്ടിൽ നിന്നും റൂമിൽ നിന്നും ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവ് ആ ബാലയുടെ കയ്യിൽ വെച്ച് കരം വെച്ചിട്ട് പറഞ്ഞു, ബാലേ എഴുന്നേൽക്കൂ, ബാലേ എഴുന്നേൽക്കൂ. ഇന്ന് പകൽക്കാലം വീട്ടുകാർക്ക് വിടുതൽ കിട്ടാത്ത വിഷയം, ഇന്ന് രാത്രിയിൽ ചിലതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം, ജീവൻ നഷ്ടപ്പെട്ട ചിലതിനെ, വീട്ടിനകത്ത് ഹല്ലേലൂയ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന ചിലതിനെ കരം പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന യേശുവിന്റെ അദൃശ്യമായ വിടുതലിന്റെ കരം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഇറങ്ങി വരികയാ. പരിഹാരം വരുത്തുന്ന ക്രിസ്തു, പരിഹാരകനായ ക്രിസ്തു, സകലത്തിനും പരിഹാരം അവന്റെ പക്കലുണ്ട്. വീട്ടുകാർക്ക് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിഷയം, കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആ വീട്ടിൽ വിരുന്ന് നടക്കിയ പെട്ടെന്ന് വിരുന്ന് വിഭവം അതിന്റെ ലഭ്യത കുറവ് ഉണ്ടായി, അത് പെട്ടെന്ന് കുറഞ്ഞ് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ധാരാളം വിരുന്നുകാർ വന്നുകൊണ്ടിരിക്കും. എന്ത് ചെയ്യും? പ്രതിസന്ധിയാ, ഒരു വലിയ പ്രതിസന്ധിയാ. യേശുവിൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ആ മാതാവ് മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യുവീൻ എന്ന്. ആ വീട്ടുകാർ വലിയ പ്രതിസന്ധിയില. ആമെ വലിയ വിരുന്ന് നടക്കിയ, കല്യാണം നടക്കിയ, പ്രധാന വിഭവം ഇല്ലാതായാൽ എന്ത് ചെയ്യും? ആ നാട്ടുകാർ പാത്രമായി ആ വീട്ടുകാർ തീർന്നിരിക്കുക. യേശു അവിടെ നിന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു, കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ഇന്ന് രാത്രിയിൽ അവർ വക്കോളം നിറച്ചു കോരിക്കൊണ്ടുപോയി വിരുന്നുശാലയിൽ കൊടുക്കുവാൻ പറഞ്ഞു. വിരുന്നുവാഴി രുചിച്ച് നോക്കിയാറ്, ഹല്ലേലൂയ, വിരുന്നുകാർ രുചിച്ച് നോക്കിയാറ്, ഇത്ര രുചികരമായ വീഞ്ഞ് 6 കൽപാത്രങ്ങളിൽ ആമേ വക്കോളം അവർ നിറച്ചു. ശുശ്രൂഷക്കാര് ആ പച്ചവെള്ളം ആമേ വീര്യമുള്ള മുന്തിരിച്ചാറായി മാറി. വീട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, ഇന്ന് രാത്രി ദൈവമക്കളെ ചില മിറക്കിൾ കർത്താവ് നിനക്ക് വേണ്ടി ചെയ്യും. നിന്റെ വീട് ഇന്ന് നിരാശയിലൂടെ കടന്നു പോകുക, നീ ലജ്ജിച്ച് തല താഴ്ത്തിയിരിക്കുക, മറ്റുള്ള മുമ്പിൽ തലപൊക്കാൻ കഴിയാതെ കടഭാരം നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുക, കാലിയായ പേഴ്സ്, കാലിയായ ബാങ്ക് അക്കൗണ്ട്, കാലിയായ അടുക്കള, കാലിയായ പോക്കറ്റ്, കാലിയായ അക്കൗണ്ട്, ഇന്ന് രാത്രി കാണുന്ന ഒരു കരമുണ്ട്. നീ തലകുനിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വിഷയത്തിന് വിടുതൽ ഇന്ന് രാത്രി തരാൻ സകലത്തെയും നിറയ്ക്കുന്നവന്റെ നിറവ് ഇന്ന് രാത്രി വക്കോളം നിറയ്ക്ക്. അത്ഭുതം വെളിപ്പെടാൻ പോകുക. ഇന്ന് രാത്രി നീ നിറയ്ക്കുന്നതിനനുസരിച്ച് അത് വീഞ്ഞാകാൻ പോകുക. ആ പച്ചവെള്ളം വീഞ്ഞാകുകയാണ്. അത്ഭുതത്തിന്റെ അളവ് തീരുമാനിക്കുന്നത് നീയാ. നീ അരപാത്രമേ നിറച്ചുള്ളെങ്കിൽ അരപാത്രമേ അത് അത്ഭുതം നടക്കുകയുള്ളൂ. നീ മുക്കാപാത്രം നിറച്ചാൽ മുക്കാപാത്രം അത്ഭുതം നടക്കും. നീ വക്കോളം നിറച്ചാൽ വക്കോളം അത്ഭുതം നടക്കും. എത്രത്തോളം വിശ്വസിക്കുമോ അത്രത്തോളം വിടുതൽ വെളിപ്പെടും യേശുവിന്റെ നാമത്തില്. വീട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനിയും മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, ആമേ ഹല്ലേലൂയ, ആമേ RC സെന്ററിന് പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മറ്റ് ഹോസ്പിറ്റലുകളിൽ, ആമേൻ, ലക്ഷോർ ഹോസ്പിറ്റൽ, ആമേൻ, പരിഹരിക്കാൻ കഴിയാത്ത വിഷയം. ഇന്ന് രാത്രി അമൃത ഹോസ്പിറ്റൽ തള്ളി, ആമേൻ, മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളി, ആമേൻ, പല ഹോസ്പിറ്റലുകളും, ഹല്ലേലൂയ, കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലുകൾക്ക് പരിഹാരം തരാൻ കഴിയാത്ത വിഷയം. മെഡിക്കൽ സയൻസ് പരാജയപ്പെടുമ്പോൾ, മെഡിക്കൽ കോളേജിൽ നിന്ന് തള്ളുമ്പോൾ, മെഡിക്കൽ സയൻസിന് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത രോഗത്തിന്റെ മേൽ കർത്താവിന് വിടുതൽ തരുവാൻ രാത്രി കർത്താവ് കഴിയും. Glory to God. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവ് ശിഷ്യന്മാരുമായി നടന്നു പോകുമ്പോൾ ഇതാ 12 വർഷം രക്തസ്രാവമുള്ള ഒരു സഹോദരി, അവൾക്ക് വയ്യ, അവളെ ഏന്തി വരിഞ്ഞ് പോകുക. അവളുടെ ശരീരത്തിന്റെ ബ്ലഡ് മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുക. 12 വർഷം ഒരു സ്ത്രീ ബ്ലീഡിംഗ് ആയാൽ ശരീരത്തിന്റെ ആരോഗ്യം ഇഞ്ചിഞ്ചായി അവളുടെ ആരോഗ്യം നഷ്ടപ്പെടുക. അവളുടെ വസ്തു, അവളുടെ ബാങ്ക് ബാലൻസ് എല്ലാം തീർന്നു. വീടും പറമ്പും ഉണ്ടായിരുന്നെല്ലാം എഴുതി വിറ്റ് അതെല്ലാം കൊണ്ട് ഡോക്ടേഴ്സിന് കൊടുത്തു. അവിടെ ശരീരം ഡോക്ടേഴ്സിന്റെ പരീക്ഷണശാലയാ. എല്ലാവരും മെഡിസിൻ പഠിക്കുന്ന അവിടെ ശരീരത്തിലാ. അത് എല്ലാം ട്രീറ്റ് ചെയ്ത് നോക്കുന്നത് അവിടെ ശരീരത്തിലാ. ഹല്ലേലൂയ. അവിടെ ശരീരം ഒരു പരീക്ഷണശാലയായി, അവളുടെ അക്കൗണ്ട് കാലിയായി, അവിടെ ശരീരത്തിന്റെ ആരോഗ്യം കാർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ യേശു നടന്നു പോകുമ്പോ അവൾ ചിന്തിച്ചു, യേശുവിനോട് എന്റെ സങ്കടമെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആമേൻ, മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോ മുതലെല്ലാം
മുടക്കി. വൈദ്യന്മാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആമേൻ. യേശുവിൻ്റെ അടുക്കൽ അവൾക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ യേശു വേഗത്തിൽ നടന്നു പോകുക. വലിയ പുരുഷാരം പുറകെ പോകുക. അവൾ ഏന്തി വലിഞ്ഞ് ചെല്ലും. യേശു വേഗത്തിൽ പോകുക. ഒടുവിൽ അവൾ ചിന്തിച്ചു, യേശുവിൻ്റെ അടുക്ക ചെന്ന് അവനോട് നേരിട്ട് കാര്യം പറയാൻ പറ്റും എന്ന് തോന്നുന്നില്ല. കാരണം അവൾ ഏന്തി വലിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും യേശുവും ആ പുരുഷാരവും മുൻപോട്ട് പോകുക. അവൾ ഒടുവിൽ ചിന്തിച്ചു, ആമേൻ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ, അവൻ നടന്നു പോകുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവൾ വിശ്വസിച്ചു. അവൾ പുറകെ വലിയ ആകുന്ന ബലമെടുത്തു പോയി. ആ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ആ യേശുവിൽ നിന്ന് അവളുടെ ശരീരത്തിലേക്ക് ഒരു പവർ വ്യാപരിച്ചു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം യേശു അറിഞ്ഞു. യേശു തിരിഞ്ഞു നോക്കി, എന്നെ തൊട്ടത് ആര്? പ്രൈസ് ദി ലോർഡ്. ആ സ്ത്രീ വന്ന് വസ്തുതയെല്ലാം അറിയിച്ചു. അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നീ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. മെഡിക്കൽ സയൻസിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം, ഹോസ്പിറ്റലുകൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയം ഇന്ന് പകൽക്കാരാത്രിയിൽ യേശു പരിഹരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? സകലത്തിന്റെയും പരിഹാരം യേശുവിന്റെ പക്കലുണ്ട്. പാപപരിഹാരം, ആമേൻ, ആ സാമ്പത്തിക വിഷയങ്ങളുടെ പരിഹാരം, നാട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത ആ വിഷയങ്ങളുടെ പരിഹാരം, വീട്ടുകാർക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ പരിഹാരം, മെഡിക്കൽ ഡോക്ടേഴ്സിന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ പരിഹാരം, രാത്രിയിൽ പരിഹാരം തരുന്ന ക്രിസ്തു യേശു നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുന്നവനാ. രാത്രി നിന്റെ പ്രശ്നം യേശുവിൻ്റെ അടുക്കൽ വരിക. അതെത്ര ആഴമുള്ളതാകട്ടെ, വേദന നിറഞ്ഞതാകട്ടെ, കർത്താവിന് പരിഹരിക്കാൻ കഴിയാത്തൊരു വിഷയമില്ല. രാത്രിയിൽ നിരാശപ്പെട്ട് നാളുകളായി പ്രാർത്ഥിച്ചു, കർത്താവെ, ഒരു വിടുതൽ കാണുന്നില്ലല്ലോ, ആമേൻ, ഒരു അത്ഭുതം കാണുന്നില്ലല്ലോ. രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഞാൻ ഇന്ന് രാത്രിയിൽ രോഗികൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ, ത്രീ ഫോൾഡ് മിനിസ്ട്രി കർത്താവ് ചെയ്യും. ഒന്ന് പ്രസംഗിക്കും, പ്രീച്ചിങ്. രണ്ട് പഠിപ്പിക്കും, ടീച്ചിങ്. എന്നിട്ട് മൂന്ന് രോഗികൾക്ക് സൗഖ്യം കൊടുക്കും, ഹീലിംഗ്. പ്രീച്ചിങ്, ടീച്ചിങ്, ഹീലിംഗ്. പ്രസംഗിക്കുക, പഠിപ്പിക്കുക, രോഗികൾക്ക് സൗഖ്യം കൊടുക്കുക. ഇതാണ് ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്നത്. സഭ സൗഖ്യമാക്കുന്ന സമൂഹമാണ്. ഹീലിംഗ് മനുഷ്യന് ആവശ്യമാണ്. ശരീരത്തിൽ ഹീലിംഗ് വേണം. മനസ്സിൽ ഇന്റേണൽ മുറിവ് കൊണ്ട് ആന്തരിക മുറിവുകൾ. ഇന്ന് രാത്രി ചില മുറിവുകളെ കർത്താവ് കെട്ടാൻ പോകുക. നിരാശ, ഡിപ്രഷൻ, മനസ്സിൻ്റെ ആധി, ആങ്സൈറ്റി, പ്രൈസ് ദി ലോർഡ്, ലോൺലിനെസ്, ഏകാന്തത. രാത്രിയിൽ നിനക്ക് ആന്തരികമായൊരു സൗഖ്യം ആവശ്യമാണ്. മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല, ഉറക്കമില്ലാത്ത രാത്രി, വല്ലാത്ത ഭയം അലട്ടിക്കൊണ്ടിരിക്കുക. ഇന്നലകളിലെ പരാജയം, പാസ്റ്റ് ഫെയിലിയേഴ്സ്, അതാണ് ഡിപ്രഷനിലേക്ക് നയിക്കുന്നത്. ഡിപ്രഷൻ കൂടിക്കഴിഞ്ഞാൽ അത് ക്രോണിക് സ്റ്റേജിലേക്ക് പോകും. അത് പിന്നീട് ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും. ആമേൻ. ഡിപ്രഷൻ ആണ് പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒരു ആന്തരിക സൗഖ്യം കർത്താവ് തരും. കർത്താവ് കൊടുത്ത സൗഖ്യമല്ല, ഹോളിസ്റ്റിക് ഹീലിംഗ് ആണ്. നിങ്ങൾ പുതിയ നിയമം മുഴുവൻ വായിച്ചു നോക്കൂ. ഇംഗ്ലീഷിൽ KJV എടുത്ത് വായിച്ചു നോക്കിയാൽ ഹി മെയ്ഡ് ഹിം ഹോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. 38 വർഷം രോഗിയായി കിടന്നവനെ യേശു സൗഖ്യമാക്കിയത് ഹോൾ, മെയ്ഡ് ഹിം ഹോൾ എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ സൗഖ്യമാണ്. അത് ശരീരത്തിൻ്റെ സൗഖ്യം, മനസ്സിൻ്റെ സൗഖ്യം, ആത്മാവിൻ്റെ സൗഖ്യം, എല്ലാ മേഖലകളിലുമുള്ള സൗഖ്യം. രാത്രി ഹീലിംഗ് കർത്താവ് തരുന്നു. രാത്രി സൗഖ്യമാക്കുന്ന കർത്താവ് യേശു നിന്നെ സൗഖ്യമാക്കാൻ പോകുക. യേശു രോഗികളെ സൗഖ്യമാക്കും. യേശുവിൻ്റെ അടുക്കലേക്ക് വരാം. എന്തുകൊണ്ടാണ് രോഗസൗഖ്യം നമ്മൾ വിശ്വസിക്കേണ്ടത്? ഒന്ന്, യേശുവിൻ്റെ കമ്പാഷൻ. യേശു മനസ്സലിയുന്നു. മുറിവേറ്റവർക്ക് മനസ്സലിഞ്ഞ് അവരെ സൗഖ്യമാക്കും. അവരെ രോഗികളെ കൊണ്ടുവരും. യേശു അവരുടെ മേൽ കൈവെക്കും. അപ്പോസ്തലന്മാരുടെ അടുക്കൽ രോഗികളെ കൊണ്ടുപോകും. അവരുടെ നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ഇന്ന് പകൽക്കാല രാത്രിയിൽ കർത്താവ് സൗഖ്യം തരുന്നവനാ. യേശു സൗഖ്യമാക്കുന്നവനാ. രണ്ടാമത്തെ കാര്യം, തന്റെ മഹത്വം വെളിപ്പെടുത്താൻ യേശു രോഗസൗഖ്യം ചെയ്യണമെന്ന് പറയുന്നു. Up to reveal his glory. ഹല്ലേലൂയ. കുരുടന്റെ രോഗസൗഖ്യത്തെക്കുറിച്ച് യോഹന്നാൻ 9 നമ്മൾ വായിക്കുന്നു. ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തിട്ടാണോ ഇവൻ കുരുടനായി പിറന്നത്? യേശു പറഞ്ഞു, അല്ല, ദൈവപുത്രന്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാ. അതുകൊണ്ട് യേശു രോഗസൗഖ്യം തരുന്നത്. എന്തുകൊണ്ട്? അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ. 3, അവൻ മശിഹയാണെന്ന് തെളിയിക്കാൻ. ആമേ, പ്രവചനങ്ങൾ നിവൃത്തിയാകാൻ. 4, 5 മക്കളുടെ അവകാശമാണ് രോഗസൗഖ്യം. ആ കനാന്യ സ്ത്രീ
യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, എന്റെ കൊച്ചുമകൾ ഭൂതോപദ്രവമാണ്, അവൾക്ക് സൗഖ്യം തരണം. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല. അതേ ഗുരു, മക്കളുടെ അപ്പം എനിക്ക് വേണ്ട, മക്കളുടെ അപ്പം മക്കൾക്ക് കൊടുത്തേര്. എനിക്ക് അതിനകത്ത് ഒരു നുറുക്ക് മതി. കുഞ്ഞുങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ, ഇഡ്ഡലിയും പുട്ടും അപ്പവും കഴിക്കുമ്പോ അറിയാതെ അവിടെ കയ്യിൽ നിന്ന് ഡൈനിങ് ടേബിളിന്റെ അടിയിൽ, മേശയുടെ അടിയിൽ അപ്പം നുറുക്കുകൾ വീഴും. ആ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കൂടെ കളിക്കുന്ന പട്ടിക്കുട്ടികളുണ്ട്, പെറ്റ് ഡോഗ്സ് ഉണ്ട്. ആ വീട്ടിലെ വേലക്കാരി വന്ന് ആ പട്ടിക്കുട്ടികളെ തട്ടി താഴെ ഇടയില്ല. ആ പട്ടിക്കുട്ടികൾ അപ്പം നുറുക്കുകൾ തിന്നും. കനാന്യ സ്ത്രീ പറഞ്ഞു, അതേ ഗുരു, മക്കളുടെ അപ്പം അവർക്ക് കൊടുത്തേര്, ഇസ്രായേലിന് കൊടുത്തേര്. പക്ഷെ ഒരു കഷണം അറിയാതെ അടർന്ന് ആ താഴെ വീഴുന്ന ഒരു നുറുക്ക് മതി എനിക്ക് സൗഖ്യം കിട്ടാൻ, എന്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടാൻ. യേശു പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് രോഗസൗഖ്യം ദൈവമക്കൾക്ക് ലഭിക്കും? ഇത് മക്കളുടെ അവകാശമാണ്, ഇത് മക്കളുടെ അവകാശമാണ്. ഒന്ന് കമ്പാഷൻ, യേശുവിന്റെ മനസ്സലിവ്. രണ്ട് മഹത്വം വെളിപ്പെടാൻ. മൂന്ന് മശികയായി വെളിപ്പെടാൻ, പ്രവചനങ്ങളുടെ നിവൃത്തി. നാല് രോഗസൗഖ്യം, ഹീലിംഗ് മക്കളുടെ അവകാശമാണ്. ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ, ആത്മമണ്ഡലങ്ങളിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ഹീലിംഗ് ആവശ്യമുണ്ട്? എഴുന്നേറ്റ് നിന്നാട്ട് കണ്ണുകളടയ്ക്കാം. ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഓ ദൈവമക്കളെ, പരിഹാരകനായ ക്രിസ്തു, പാപപരിഹാരം, പ്രശ്നപരിഹാരം, ഭൂതപ്രശ്നം, പൈശാചിക ശക്തികൾ, രോഗത്തിന്റെ പരിഹാരം, വീട്ടിലെ പ്രശ്നം വീട്ടുകാർക്കും നാട്ടുകാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പരിഹാരം നൽകുന്ന ക്രിസ്തു, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ക്രിസ്തു, പരിഹാരകനായ ക്രിസ്തു. രാത്രി എനിക്ക് പ്രാർത്ഥന ആവശ്യമാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ വിഷയത്തിന് ഇന്ന് രാത്രി വിടുതൽ വേണം. എൻ്റെ ശരീരത്തിലൊരു സൗഖ്യം അനുഭവിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരു വിടുതൽ വെളിപ്പെടണം. പ്രാർത്ഥനയ്ക്കായി ആഗ്രഹിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ യേശുവിൻ നാമത്തിൽ രാത്രിയിൽ കർത്താവ് നിന്നെ തൊടുന്ന രാത്രിയാ. നിന്റെ ശരീരത്തിന്റെ ഹീലിംഗ് വ്യാപരിക്കുന്ന രാത്രിയാ. മുറിവുകൾ കെട്ടപ്പെടുന്ന രാത്രിയാ. യേശുവിൻ നാമത്തിൽ മക്കളുടെ അവകാശമാണ്. യേശുവിൻ നാമത്തിൽ ഡോക്ടർമാർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. ഇനിയും നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇനിയും മരുന്നൊന്നുമില്ല. ഹല്ലേലൂയ. അവിടെ സ്കാനിങ്ങിൽ അത് തെളിയുന്നില്ല, MRIയിൽ അത് തെളിയുന്നില്ല. എന്നാൽ യേശു ഇന്ന് രാത്രി നിന്നെ തൊടുന്ന രാത്രിയാ. എല്ലാവരും കരകളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഞാൻ ഒറ്റ വാക്കി പ്രാർത്ഥിച്ചു നിർത്തും. അത് കഴിഞ്ഞ് ദൈവദാസ സഹോദരങ്ങൾ പാട്ടുപാടും. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഒരു രോഗസൗഖ്യം ഈ ജനത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ഈ കൺവെൻഷന്റെ ആദ്യ രാത്രിയിൽ ഒരു ഹീലിംഗ് വ്യാപരിക്കട്ടെ. മുറിവുകൾ കെട്ടപ്പെടട്ടെ. ശരീരത്തിൽ സൗഖ്യം വെളിപ്പെടട്ടെ. കുടുംബത്തിൽ, കുടുംബ ജീവിതത്തിൽ വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ മനസ്സിന്റെ പ്രശ്നങ്ങളുടെ പരിഹാരം രാത്രിയിൽ വിടുതൽ വെളിപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ആന്തരിക മുറിവുകൾ ഇന്ന് രാത്രി ഹീലാകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ദൈവശക്തി അസ്ഥികളിൽ, മജ്ജകളിൽ, നാഡീ ഞരമ്പുകളിൽ, ഹാർട്ടിന്റെ മേൽ, പാൻക്രിയാസിന്റെ മേൽ, യൂട്രസിന്റെ മേൽ, കിഡ്നിയുടെ മേൽ, ഹോൾ ബോഡി, തലച്ചോറിന്റെ മേൽ, നാഡീ ഞരമ്പുകളുടെ മേൽ, അസ്ഥികളുടെ മേൽ സോറിയാസിസ് വിട്ടുപോകട്ടെ. ട്യൂമറുകൾ മാറിപ്പോകട്ടെ. മൈഗ്രെയിൻ വിട്ടുപോകട്ടെ. ഷോൾഡർ പെയിനുകൾ വിട്ടുപോകട്ടെ. ബാക്ക് പെയിനുകൾ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ രോഗസൗഖ്യം വ്യാപരിക്കട്ടെ.